ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വമരിയാസ് വേൾഡ്. ഒത്തിരി പേർ റെക്കമെൻഡ് ചെയ്തൊരു വീഡിയോ ആണ് എങ്ങനെയാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്നത് എന്നുള്ളത്. അതിനൊരു ട്യൂട്ടോറിയലാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പം എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് വീഡിയോ ഇടാമെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലൈവ് സ്ക്രീൻ കാസ്റ്റ് ഇടുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡു നോട്ട് ഡിസ്റ്റർബ്, അതായത് നമ്മളുടെ ലൈവിനിടെ, അതായത് നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വരും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഇത് ഓൺ ആക്കി ഇടുക. ഓക്കെ, ഈ സംഭവം നമ്മൾ മേലെ നിന്ന് സ്ക്രോൾ ചെയ്തത് ഓൺ ആക്കി ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കോൾ എല്ലാം ബാക്കിയുള്ളവർക്ക് കാണും. സോ അതുകൊണ്ടിട്ട് ലൈവ് സ്ക്രീൻ കാസ്റ്റിന് മുന്നേ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ചെയ്തിടാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഇതിന് താഴെ സെൻറ്ററിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ ഏറ്റവും താഴെ ഒരു പെൻസിൽ മാർക്കിൽ, ഇതാണ് നമ്മുടെ എഡിറ്റ് ഓപ്ഷൻ വരുന്നത്. ഈ എഡിറ്റ് ഓപ്ഷൻ വരുന്ന ഈ പെൻസിൽ മാർക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തിങ്ങനെ ഒരു സ്ക്രീനിലോട്ട് പോകും. ഈ സ്ക്രീനിൽ മേലുള്ള പെൻസിൽ മാർക്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ അപ്ലോഡ് തംബ്നെയിൽ കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് അവിടെ ഏത് ഇമേജാണ് നമ്മുടെ തംബ്നെയിലായിട്ട് കൊടുക്കേണ്ടത്, ആ തംബ്നെയിൽ നമുക്ക് നമ്മുടേതാണോ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നത് തംബ്നെയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇങ്ങനെ തംബ്നെയിലായിട്ട് നമുക്കിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഇതിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കൊടുത്ത് അത് അപ്ലോഡ് ആക്കിയ ശേഷം നമ്മൾക്ക് നമ്മുടെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് എന്ത് വേണം നമുക്ക് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പം ഞാൻ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹാർട്ടൊക്കെ ഇട്ട് വെച്ചാണ്. അപ്പോൾ നമ്മളിതുപോലെ ടൈറ്റിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിന് താഴെ നമ്മുടെ വിസിബിലിറ്റി പബ്ലിക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ദെൻ അടുത്ത ഓഡിയൻസ് എപ്പോഴും നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്താണോ നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിപ്പം വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോറി, വെൽക്കം ഓൾ ഓഫ് യു വെൽക്കം ഓൾ ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ദെൻ അടുത്ത് വരുമ്പോൾ തന്നെ ലൊക്കേഷനാണ് വരുന്നത്. ലൊക്കേഷൻ വരുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ത്യ ആണ് കൊടുക്കുന്നത്. ഇന്ത്യ കൊടുത്തു. ദെൻ അടുത്ത ഓപ്ഷനാണ് നമ്മുടെ സ്ക്രീൻ കാസ്റ്റ്. നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ഓപ്ഷൻ ടച്ച് ആക്കിയിട്ട് ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രയും ടച്ച് ആക്കിയിട്ട് നമ്മുടെ ലൈവ് കൊടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ ഒരു സ്ക്രീൻ വന്നിട്ട് അതിൽ നമുക്ക് ഗോട്ട് ഇറ്റ് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ലൈവ് ഓൺ ആയിട്ടില്ല ഗൈസ്. ചിലർക്ക് പേടിയാണ്, അയ്യോ നമ്മുടെ സ്ക്രീൻ അങ്ങോട്ട് ആയി, അങ്ങനെയൊന്നും ഓൺ ആയിട്ടില്ല. നമ്മൾ ഗോ ലൈവ് കൊടുക്കുന്നവരെ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ പോയിക്കൊണ്ട് ഓരോ പ്രൊസീജിയേഴ്സ് ദെൻ ഇതുപോലൊരു ഇമേജ് ഈ സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ സ്റ്റാർട്ട് നൗ കൊടുക്കാം. ഇപ്പോഴും നമ്മൾ ലൈവ് സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് അതിന് ശേഷം കിട്ടുന്നത്. ഇപ്പം നമുക്ക് താഴെ ഒരു ഇത് കണ്ടില്ലേ, ഒരു റൗണ്ട് സർക്കിൾ. ഈ സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്തിടാം. ഈ മേലെ ഒരു 1 2 3 മേലെ ഒരു വീഡിയോ, ദെൻ ഒരു മൈക്ക്, ദെൻ ഒരു മെസ്സേജിൻ്റെ ഒരു സിമ്പിൾ, സെറ്റിങ്സിൻ്റെ ഗോല, ഇത്രയും സംഭവങ്ങളില്ലേ. ഇതിൽ ഫസ്റ്റത്താണ് നമ്മുടെ വീഡിയോ ഓഫ് ഓൺ ചെയ്യും. ഇതിലാണെങ്കിൽ ഇത് ഓൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫേസ് ഇതിനകത്ത് കാണിച്ച് സംസാരിക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ മ്യൂട്ട് ആക്കണമെങ്കിൽ മ്യൂട്ടാക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. ദെൻ അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജസ് കാണാം. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ അതിലൊന്നും ചെയ്യാറില്ല. അതിപ്പോൾ ഓഫാണ്, ഞാനിപ്പോൾ അതിലൊന്നും ചെയ്യാറില്ല. ദെൻ അടുത്ത് വരുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇമേജ് ചെറുതാക്കണോ വലുതാക്കണോ ഉണ്ടല്ലോ. ഇതിപ്പോൾ ചെറുതാക്കാം വലുതാക്കാം. അത് നമ്മൾ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കാണിക്കുന്നെങ്കിൽ അത് ആ ചെറിയൊരു സർക്കിളിലാണ് നമ്മുടെ ഫേസ് കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അതിൽ വേറെ നമുക്ക് ചെയ്യാനില്ല. ദെൻ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഗാലറിയിലകത്തോട്ടാണ്. അതായത് ഇപ്പോഴും ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇനി പോകുന്നത് എൻ്റെ ഗാലറിയിലോട്ടാണ്. എനിക്ക് ഏത് സ്ക്രീനാണ് ഇടേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ എനിക്ക് ഈ സ്ക്രീനാണ് എല്ലാവരും കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം. ഇല്ല, ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിൽ പോയി ഈ ഇമേജാണ് ഞാനിപ്പോൾ സ്ക്രീൻ കാസ്റ്റായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഇമേജിൽ പോയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഗോ ലൈവ് കൊടുത്തു. ഇപ്പോഴാണ് ശരിക്കും എൻ്റെ ലൈവ് സ്റ്റാർട്ടായത്, സ്ക്രീൻ കാസ്റ്റ് സ്റ്റാർട്ടായത്. ഈ സ്റ്റാർട്ടായതിനു ശേഷം ഞാൻ ഈ മെസ്സേജിൻ്റെ സിമ്പിൾ, ഈ മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്, ഇത് ഞാൻ ഓണാക്കും. ഇപ്പോൾ ഈ താഴെ കാണുന്നില്ലേ. അപ്പോൾ ഇനി ഇതിൽ ഈ താഴെ ഇനിയിപ്പം ആരെങ്കിലും കമൻസോ മെസ്സേജസോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഇതിന് താഴെയായിട്ട് കാണാം. ഇനിയിപ്പം നമുക്ക് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മുടെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ഈ മേലത്ത് ഇതൊന്നും കാണത്തില്ല. അപ്പം ജസ്റ്റ് നമ്മളുടെ ആ ഫോട്ടോയും നമ്മളുടെ ആ സ്ക്രീനും മാത്രം കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ഈ ഫോട്ടോയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വേറെ ഒന്നും കാണിക്കത്തില്ല, അത് മാത്രം കാണിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മേലെ പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ മാറ്റാം. ഇല്ല, പോസ് ചെയ്യാണ്ടും തന്നെ നമുക്ക് ഈ സ്ക്രീൻ മാറ്റാം. ഓക്കെ, ഇതുപോലെ നമുക്ക് സ്ക്രോൾ ചെയ്തിപ്പം പോസ് ചെയ്യാണ്ട് മാറ്റാം, പോസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു 5-6 ഇമേജ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അതിലോട്ട് വരാം. ഇല്ല, പോസ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടുത്ത ഇമേജിലോട്ട് പോകാം.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ ഞാനിപ്പം ലൈവ് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി സ്പീഡിലാണോ പറയുന്നത് ഡൗട്ട് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, കാരണം ഒത്തിരി പേർക്ക് അറിയുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിക്ക് ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്ബാക്കുക, ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ ഓൾ.